നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ അഭിമാനവും വളരെ സന്തോഷം നിറഞ്ഞതുമാണ്. എന്തെന്നാൽ നമ്മളെ കിണർ വർക്കിനിടയിൽ പെട്ടെന്ന് നമുക്കൊരു ചെറിയൊരു രീതിയിൽ ശബ്ദം കേൾക്കാനിടയായി. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കി. അപ്പോൾ അതാ കിടക്കുന്ന ഒരു ചെറിയ പൊത്തിൽ കിങ് ഫിഷർ, അതായത് മീൻകൊത്തീൻ്റെ കുട്ടികൾ ഒരു പൊത്തിനുള്ളിൽ. അവ കരഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആ പൊത്ത് ശ്രദ്ധിക്കാതെ പോവുകയും നമ്മൾ കിണറിൻ്റെ പടവ് കെട്ടിയിട്ട് നമ്മൾ മുകളിലോട്ടേക്ക് വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെയാകുമ്പോൾ അവക്ക് ശ്വാസം കിട്ടാതെ മരണമടയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കളികളല്ലേ. അവ കൃത്യമായി കരയുകയും നമുക്കവയെ രക്ഷിക്കാനുള്ള ഇതും ഉണ്ടായി. അപ്പം ഞാൻ ആദ്യം കരുതിയത് ഇവയെ നമുക്ക് രക്ഷിച്ചെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി ചിറക് വരുന്നത് വരെ അതിന് ഭക്ഷണം കൊടുത്തിട്ട് വളർത്താമെന്നാണ്. അപ്പോൾ അതിനെ രക്ഷിക്കുന്ന പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് പോകാം. എവിടെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളെ മനുഷ്യന്മാർ കൈകൊണ്ട് അതിൻ്റെ കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മമാർ അതിനെ നോക്കൂലാന്ന്, അമ്മക്കിളി നോക്കൂലാന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സഞ്ചി ഇട്ടിട്ടാണ് കുട്ടികളെ രക്ഷിക്കാൻ നോക്കുന്നത്. ഏകദേശം അതിൻ്റെ കൈയിൻ്റെ നീളത്തിൽ ഉള്ളിലായിട്ടാണ് അമ്മക്കിളി പൊത്തുണ്ടാക്കിയിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അതിനെ സേഫായിട്ടൊരു ബക്കറ്റിലാക്കി ആക്കിയിട്ടുണ്ട്. 4 കുട്ടികളാണുള്ളത്. ചിറക് മുളച്ച് വരുന്നതേ ഉള്ളൂ. ആദ്യം ഞാൻ കരുതി ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നാണ്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ സേഫാക്കിയിട്ട് വെച്ചതിന് ശേഷം നമ്മളെ പണി ഏകദേശം കഴിഞ്ഞ് നോക്കുമ്പോൾ അതാ മുകളിൽ നിന്ന് അമ്മക്കിളി വന്നിട്ട് കരച്ചിൽ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഇതുപോലത്തെ ഒരു മതിലുണ്ട്, മണ്ണിൻ്റെ മതിൽ. അതിലൊരു പൊത്തുണ്ടാക്കിയിട്ട് കുട്ടികളെ അവിടെ ഞാൻ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ദൈവനിയോഗത്തിൽ 4 കുട്ടികളെ രക്ഷിക്കാനായ ഒരു സന്തോഷ നിമിഷത്തിൽ ആണ് ഞാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. എല്ലാവർക്കും വളരെ നന്ദി.